നമ്മൾ എത്തിയിട്ടുള്ളത് തിരൂര് മൂച്ചിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സരൺ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിലാട്ടാ. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഞാനിപ്പോൾ സ്റ്റെയറിലാണ് നിൽക്കുന്നത്. ഈ വീട്ടിലെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് ഫസ്റ്റ് ഫ്ലോർ മൊത്തം ഗപ്പീസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഫാമിൽ നിന്ന് നമ്മളിപ്പോൾ ബൾക്കായിട്ടുള്ള ഒരു ഗപ്പി പർച്ചേസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഗപ്പി പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട് പറഞ്ഞു. ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പർച്ചേസിങ് വീഡിയോ ഒക്കെ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് ഇവിടുന്ന് കുറച്ച് കാഴ്ചകൾ നമുക്ക് ആദ്യം ഷെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളെ സരൺ സുഹൃത്ത് ചെയ്യുന്ന രീതികൾ, അതുപോലെ തന്നെ എത്ര വെറൈറ്റി ഗപ്പീസ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ വിശേഷങ്ങളുണ്ട്. അതിലുപരി നമ്മളെല്ലാവരും സ്ഥലപരിമിതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് മീൻ വളർത്താനും മറ്റുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട്. പക്ഷേ നമ്മുടെ സുഹൃത്ത് ഇവിടെ ചെയ്തത് വീടിനകത്ത് ഒരു ഫ്ലോർ മൊത്തം ഗപ്പീസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട് കേട്ടോ. ഇനി ഈ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടുന്ന് നമ്മൾ സ്റ്റെയർ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അടുത്ത ദിവസം ഇവിടുന്ന് ഗപ്പികൾ വാങ്ങുന്നൊരു വീഡിയോ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിച്ച്. ഫസ്റ്റ് ഫ്ലോർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആർക്കിടെക്ചറിലുള്ള നല്ലൊരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഡൈനിങ് ഹാൾക്ക് നമുക്ക് എന്ത് ചെയ്യണം കറക്റ്റ് വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് ഏകദേശം ഈ ഒരു ഏരിയ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഏരിയ ഏകദേശം 100-200 സ്ക്വയർ ഫീറ്റ് കാണും. ഈ ഏരിയയിലൊക്കെ ഇവിടെ ഒക്കെ ഗപ്പീസിനെ കണ്ടില്ല. ഇതിലൊക്കെ ഗപ്പീസാട്ടോ. ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്നൊക്കെ നമ്മളെ സുഹൃത്ത് സരണിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഏകദേശം ഇതൊരു 200 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഏരിയയിലാണ് ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി തൊട്ട് പുറത്ത് നമ്മൾ സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. ഈ സിറ്റ് ഔട്ട് ഏരിയയിൽ കണ്ടില്ലേ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഓരോ വെറൈറ്റി ഗപ്പീസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏത് വെറൈറ്റി എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചു. അത് നമ്മുടെ സാന്റാക്ലോസ് ആണെന്ന് തോന്നിട്ടാ. മാഷാ അല്ലാഹ് കാണാൻ നല്ല രസം തന്നെ ഉണ്ട്. ന്യൂ ലൈനേജ് ആണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഇവിടെ അക്വേറിയത്തിൽ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ മാക്സിമം സ്ഥലങ്ങൾ ഇവിടെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ പാത്രങ്ങളിൽ വരെ ഗപ്പികളാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ കുഞ്ഞുങ്ങളാട്ടോ, ഈ കാണുന്നതിലൊക്കെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ വേണമെങ്കിൽ നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ ഈ ഗ്യാപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അക്വേറിയം വെക്കാനുള്ള ഷെൽഫിനി ഉള്ളതുകൊണ്ട് ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. ബെഡ്റൂമിൻ്റെ അകത്ത് ബെഡ്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 100-200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ടാങ്കുകളായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഒരു 100 സ്ക്വയർ ഫീറ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ ഏകദേശം ഒരു 100-500 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മാക്സിമം ടാങ്കുകൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗപ്പി ടാങ്കുകൾ തന്നെ. ഇനിയാണ് ഈ നമ്മുടെ വീടിൻ്റെ പുറത്ത് ഇപ്പോൾ നമ്മളൊക്കെ വെറുകേര സെറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കും. ഈ സ്ഥലത്താണ് ബാക്കി ടാങ്കുകൾ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഗപ്പി ടാങ്കുകൾ വെച്ചിട്ടുണ്ടല്ലോ അതേ രീതി തന്നെ വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ മാഷാ അല്ലാഹ് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ടാങ്കുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ടാങ്കുകളുടെ പ്രത്യേകത വെച്ചാൽ വട്ടത്തിലുള്ള ഇത്തരത്തിലുള്ള പാത്രങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, ഒരുപാട് ടാങ്കുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഒക്കെ എയറേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എയറേഷൻ കൊടുക്കാതെയാണ് ഗപ്പി വളർത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് എയറേഷൻ കൊടുക്കാതെ ചെയ്യാറുണ്ട്. പക്ഷേ എയറേഷനൊക്കെ കൊടുത്ത് നല്ല ക്വാളിറ്റി തന്നെ എന്നുകൊണ്ട് ഇവിടെ ഗപ്പികൾ ചെയ്യുന്നത് കേട്ടോ. നമ്മളെ സുഹൃത്ത് നമ്മുടെ റെഡ് കാണുന്ന ഫുൾ റെഡാന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കണം. നമ്മളെ സരണ് നമുക്ക് ഇനി കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി അതൊക്കെ വെറൈറ്റി ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഫീഡിങ് ഇവിടെ RTMയാണ് കൊടുക്കുന്നത്. 2 പാത്രത്തിലായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൊയ്ന ചെയ്യുന്നുണ്ട് ഈ ഏരിയയിൽ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മൊയ്ന ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ ഗപ്പി ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത് വീടിനകത്തും അതുപോലെ തന്നെ മുകളിൽ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് തന്നെ ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച ഫസ്റ്റ് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ആ മൊത്തത്തിലുള്ള ആ സ്പേസും ആ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചത്. ഇനി നമ്മളെ സുഹൃത്ത് ഇവിടെ ഉണ്ട്, സരൺ ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സരണിനോട് ചോദിച്ചു നോക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, എത്ര വെറൈറ്റി ഗപ്പി കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. സരൺ ബ്രോ, നമ്മുടെ ഫാമിൽ ഇപ്പോൾ കണ്ടത് വീടിനകത്താണ് ഈ ഒരു ഫാം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തുള്ളത്. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇത് ചെയ്യാനോ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കാനോ നല്ല സപ്പോർട്ടുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ല. എപ്പോഴെങ്കിലും വീടിനകത്തേക്ക് അവർ കയറി വരുന്ന സമയത്ത്, മുകളിലേക്കൊക്കെ കയറി വരുന്ന സമയത്ത് അവരൊരു ബുദ്ധിമുട്ട് പോലെ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഇങ്ങനെ ഇത്രയും ടാങ്കുകളൊക്കെ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്ഥിരമായിട്ട് പേര് വരുന്നുണ്ട് വീട്ടുകാർ. അപ്പോൾ ഈ റിലേറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്തുള്ളത്
അവർക്ക് ഒരു കൗതുകമാണ് ഇത്. ആ ഗപ്പികളൊക്കെ കാണുമ്പോൾ നമ്മൾ പല വെറൈറ്റി ഉള്ള ഗപ്പികളല്ല, അപ്പൊ അവർക്ക് ഒരു കൗതുകമായിട്ട്. നമ്മുടെ ഫാമിൽ ഇപ്പൊ ഏകദേശം എത്ര വെറൈറ്റി ഗപ്പീസ് ഉണ്ടായിരുന്നു? ഫാമില് ഒരു 40 വെറൈറ്റി ഒക്കെ ഉണ്ട്. 40 വെറൈറ്റി ഉണ്ട്. 40 വെറൈറ്റി. പുതിയതായിട്ട് ഫാമിൽ എത്തിച്ച പേരുകൾ ഏതൊക്കെ ഗപ്പികള്? പറയുകയാണെങ്കിൽ നമ്മളെ സിംഗാബ്ലൂ വൈറ്റ് മൊസൈക്ക് എന്ന് പറഞ്ഞ സാധനം എത്തിച്ചിരിക്കുന്നത് ഡെൽറ്റയിൽ. അതേപോലെ ഫുൾ റെഡില് റെഡ് ഇയർ എത്തിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മളെ ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ സംഭവം എത്തിച്ചത്. സാന്റാക്ലോസിന്റെ പുതിയ ലൈനേജ് എത്തിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫാമിൽ ഇപ്പോൾ ഞാൻ കണ്ട് എയറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്ത് വെച്ച കുറേ ടാങ്കുകളായിട്ട്. എന്താണ് ഇപ്പോൾ എയറേഷൻ കൊടുക്കാനുള്ള റീസൺ? അധികം സ്ഥലത്ത് എയറേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽബിനോസിനാണ് അധികം എയറേഷൻ കൊടുക്കേണ്ടത്. കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ പുറത്തുള്ള നമ്മളിപ്പോ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്, റേറ്റ് ഉള്ള ഇമ്പോർട്ടൻ്റ് എടുത്ത ആൾക്കാരൊക്കെ നെഫറിലൊക്കെ ആയിട്ട്. അപ്പൊ അവര് അവിടെ ഏകദേശം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഫിഷ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ഫിഷിനൊന്നും ഏകദേശം കൊടുക്കില്ല കേട്ടോ. അതാരും പേടിക്കണ്ട. നമ്മൾ കൊടുക്കുന്ന സെയിൽ ചെയ്യുന്ന ഫിഷിന് ആരും ഇവിടെ ഏകദേശം കൊടുക്കില്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ബ്രൂഡ് സ്റ്റോക്ക് മാത്രമേ ഏകദേശം കൊടുക്കുള്ളൂ. അപ്പൊ ഈ എയറേഷൻ കൊടുത്തിട്ട് ഈ ടാങ്കുകളിലൊക്കെ എടുക്കുന്നത് ബ്രൂഡ് സ്റ്റോക്ക് ആണല്ലേ? ഇപ്പൊ ഈ കാണുന്ന ബ്രൂഡ് സ്റ്റോക്ക് ഇതിലൊക്കെ ഏതൊക്കെ വെറൈറ്റി ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ടാവും എയറേഷൻ കൊടുത്തിട്ടുള്ള? ഏകദേശം കൊടുത്തതിൽ പുതിയത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെറൈറ്റീസ് ഉണ്ട്. അതായത് ഇപ്പൊ തായ്വാൻ ബ്ലൂ, നമ്മളെ HB റെഡ് റോസ്, റഷ്യൻ റെഡ്, അതേപോലെ കോയി ടൈപ്പ് ഉണ്ട്, ആൽബിനോ കോയി റെഡ് ഇയർ, അതേപോലെ നമ്മളെ പ്ലാറ്റിനം കോയി, അങ്ങനെ കുറച്ച് വെറൈറ്റി. ഫുൾ റെഡ്, HB ബ്ലൂ, HB ബ്ലൂവിന്റെ ഒരു ഗ്ലേസിംഗ് ഇയർ എന്ന് പറഞ്ഞ വെറൈറ്റി വരുന്നുണ്ട്, പുതിയ വെറൈറ്റി. അങ്ങനെ ഫുൾ റെഡ്, റെഡ് ഇയർ, പല വെറൈറ്റീസ് വരുന്നുണ്ട്. 40 വെറൈറ്റീസോളം വരുന്നുണ്ട്. നമ്മളിപ്പോൾ വീട്ടിനകത്തല്ല ഗപ്പികളൊക്കെ ചെയ്യുന്നത്. ഈ ചില സുഹൃത്തുക്കൾ പറഞ്ഞേക്കാം സൺലൈറ്റ് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുണ്ടാവും ഗപ്പികൾക്ക്. അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സൺലൈറ്റ് കിട്ടാതിരുന്നുള്ള പ്രശ്നങ്ങൾ ചില വെറൈറ്റി ഗപ്പീസിന് അത് പ്രശ്നമുണ്ട്. അതിനുള്ള സജ്ജീകരണമാണ് നമ്മളിപ്പോ സിറ്റ് ഔട്ട് കണ്ടില്ലേ, നേരത്തെ കാണിച്ചപ്പോൾ ആ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്ത്, അതുപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മള് ഒഴിഞ്ഞെടുക്കുന്ന ഭാഗത്തൊക്കെ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ. അതായത് ചില ഗപ്പികൾക്ക് വെറൈറ്റി അല്ല, ഇത് പേരും അല്ലോ പറയാം. ഇപ്പൊ സൺലൈറ്റിൽ മാത്രം നിൽക്കേണ്ട ചില ഗപ്പികൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാറ്റിനം ഡംബോയർ, ചില്ലി മൊസൈക്ക് ഡംബോയർ, അതും ഫുൾ ഗോൾഡ്, അങ്ങനെയുള്ള വെറൈറ്റീസിനൊക്കെ വെയിൽ തട്ടണമല്ല. അപ്പോഴാ ശരിക്കും നല്ല അതിന്റെ കളറും. ഇപ്പൊ ഇയറിന് വെറൈറ്റി ആണെങ്കിൽ ഇയറിന് ചില ഫാമിലൊക്കെ പോയാൽ കാണാം ഇയർ ഒരു ഡാർക്ക് ബ്ലൂ ഉള്ളത് ഒരു വെള്ള ഷെയ്ഡ് കയറിയത്. അത് ലൈറ്റ് കിട്ടാത്തതുകൊണ്ടായിരുന്നല്ലേ? ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ഏകദേശം കിട്ടാത്തതുകൊണ്ടല്ലേ? ഇപ്പോൾ വീടിനകത്ത് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ മഞ്ഞുകാലത്ത് ഇപ്പോഴൊക്കെ തണുപ്പ് കാലമായതുകൊണ്ട് ഗപ്പികൾക്ക് പല സ്ഥലങ്ങളിലും അവരെല്ലാവർക്കും ഡെഡ് ആവണ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീടിനകത്തായതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുന്ന കുറേയൊക്കെ രക്ഷ ഉണ്ടാകും. കുഴപ്പമില്ല, എന്നാലും അവിടെ വേസ്റ്റ് ആവാറാവരുത്. അടിയിലുള്ള വേസ്റ്റ് ഈ തണുപ്പ് കാലത്തൊക്കെ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ തന്നെ വലിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലതാണ്. എപ്പോഴും ടാങ്ക് ക്ലീനിങ് കറക്റ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം വരും തണുപ്പ് കാലത്ത്. അത് എവിടെ വെച്ചാലും അല്ലേ? ഇപ്പോൾ വീടിനകത്ത് ടാങ്കുകളായതുകൊണ്ട് ക്ലീനിങ്ങിന് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും നേരിട്ടുണ്ട്? അങ്ങനെ ബുദ്ധിമുട്ടില്ല. മേലെ നമ്മൾ നേരെ കുറച്ച് വലിയ ലോങ്ങുള്ള പൈപ്പ് വാങ്ങിയിട്ട് അടിക്കും, നേരിട്ട് അടിക്കിട്ടാല് അപ്പോൾ കുറച്ച് ഫ്ലോ കൂടും. താഴത്തുനിന്ന് മാറ്റണമെങ്കിൽ ഫ്ലോ മേലെ നിന്ന് മാറ്റുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കുന്നത് എന്താണ്? നമ്മൾ ആർട്ടിമി മെയിനായിട്ട് കൊടുക്കുന്നത്. ആർട്ടിമി കൊടുക്കുന്നല്ലേ? മൊയിന അപ്പോൾ മെയിനായിട്ട് ലൈഫ് ഫീഡാണ് കൊടുക്കുന്നത്. ലൈഫ് ഫീഡ് അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള വേറെ ആയാലും കൊടുക്കുന്നുണ്ടോ? ആർട്ടിമിയ ഫ്ലേക്സ് അല്ലേ? കുറച്ച് റേറ്റ് ഉള്ള ഐറ്റം ഫുഡുകൾ, പാണ്ടാരാസ്, അതേപോലെ ഫാൻസി ഗപ്പി അത് കൊടുക്കും. മാക്സിമം നമ്മുടെ ഫാമിൽ വില കൂടിയ ഗപ്പി ഏതാണ്? എത്ര റേഞ്ച് വരെ പോകുന്നത്? ഏകദേശം റേറ്റ് കൂടി 5000 ആ റേഞ്ച് വരുന്നത്. ഏകദേശം എത്ര രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗപ്പിയുണ്ട്? 200 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് 5000 വരെയുള്ള ഗപ്പീസ് ഇപ്പോൾ നമ്മുടെ ഫാമിലുണ്ടല്ലേ? സരൻ്റെ ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് കുറച്ച് ഗപ്പീസ് ഉണ്ട്, ബൾക്കായിട്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള ഗപ്പീസ് തന്നെ നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പോകണേ. അപ്പോൾ ആ പർച്ചേസിങ്ങും വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഫാമിംഗ് മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ സരൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നത് കണ്ടിട്ട് അത് ചെയ്യാനും വളർത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് സെയിൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതും കൊണ്ട് മാത്രമാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മേഖലയ്ക്ക് ഇത്ര രീതിയിൽ തന്നെ എത്തിച്ചിട്ടുള്ളത്. പഠനത്തോടൊപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരും എടുത്തു ചാട്ടിയിട്ട് ഫാമിങ്ങിലേക്ക് ഇറങ്ങരുത്. അവരെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.